ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സഹായഹസ്തവുമായിട്ടാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് മലപ്പുറത്ത് ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഹനീഫ്ക എന്ന ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഇപ്പോൾ കിടക്കയിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇവിടെ വന്നപ്പോ കാക്കു കരയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നെ കണ്ടപ്പോഴേ കാക്കുവിന്റെ നമ്മള് വന്നപ്പോ കാക്കു എന്നെ എന്തെയും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് ഈ കാക്കു. അതുകൊണ്ട് കാക്കുവിനെ കാണാൻ വേണ്ടി ഞാൻ അത്രയും ദൂരം നോക്കി ആലപ്പുഴയിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ 6 മണിയായി. ഈ 6 മണി ടൈമില് ഇപ്പം അതുകൊണ്ടാണ് വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ വീഡിയോയിലുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാക്കു അകത്തെ റൂമിലാണ് കിടക്കുന്നത്. ചെറിയ റൂമും പരിമിതിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനും ചെറിയ നമുക്ക് അസൗകര്യമൊക്കെ ഉണ്ട്. ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കാക്കു ഈ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞില്ലേ, മലമൂത്ര വിസർജനം പോലും ഇത് എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് നോക്കി. അപ്പൊ അത്രയ്ക്ക് കാരണം എന്ന് വെച്ചാൽ ഓടി പയർ പോലെ ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മളാരോടും നേരമൊന്നും ചോദിച്ചാൽ പോയിട്ടില്ല. നിങ്ങളോട് മാത്രമേ ഞാൻ വിവരം പറഞ്ഞു. അപ്പൊ നമുക്ക് ചില മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ലേ, അതായത് അവരെന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സഹായിച്ചേക്കും. അവരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടി വന്ന മുഖമാണ് എന്റെ. അപ്പൊ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സോണിച്ച ഒന്നിവിടം വരെ ഒന്ന് ഓടി വരും, എനിക്കൊന്ന് കാണാനാ, നിങ്ങളെ ഒന്ന് കാണാനാന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓടി വന്നതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കണം. അദ്ദേഹം കരയുകയാണ്. അപ്പൊ ഞാനും നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കണം, ഇദ്ദേഹത്തെ സഹായിക്കും. കാരണം ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഈ ഫാമിലി മൊത്തം ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോ എനിക്ക് ഇവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ കാക്കുവിന്റെയൊക്കെ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് പൈസ ഇട്ട് കൊടുക്കാം. പിന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യം ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാമല്ലോ. ഇവരെ നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ വിളിച്ചിട്ട് വരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, വയ്യാതെ കിടക്കുന്ന രോഗിയാണ്. ഇപ്പൊ മലമൂത്രം വിസർജനവും ഒക്കെ. അപ്പൊ കുറച്ചൊക്കെ ഇവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കുകയൊക്കെ വേണം. അതുകൊണ്ടാണ്. അപ്പൊ ഇതിപ്പോ കട്ടിലെ കൊണ്ടുവന്ന അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വന്ന് കണ്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ബോധ്യപ്പെട്ട് എന്റെ മനസാക്ഷിക്ക് ഞാൻ ബോധ്യപ്പെട്ട് ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോ ഇത്രയും വർഷം ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒന്നുമല്ല ഞാൻ പൈസ ഇടാൻ പറയുന്നത്, ഇവരുടെ അക്കൗണ്ടിലേക്ക്. ഇത് ഇവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. കാരണം പണത്തിന് അടുത്ത ദിവസം ഇവർക്ക് ആശുപത്രിയിൽ പോകണം. ഇവർക്ക് ആംബുലൻസിന്റെ പൈസ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് സഹായിക്കണം. കരുണയുള്ള മനുഷ്യരാകണം. നിങ്ങൾ കൊടുക്കണം. നമ്മളൊക്കെ എത്രയോ രൂപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കഴിയുന്ന ചെറിയ എമൗണ്ട് തരുമെന്നുള്ള ഇതിലാണ്. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാക്കുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട്. കാക്കുവിന്റെ മനസ്സാക്ഷിക്ക് അത് തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ കാക്കുവിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാക്കു ഒരു 2-3 മാസം കഴിഞ്ഞാലും എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഇവിടുന്ന് കണ്ടില്ലേ, എല്ലൊക്കെ പൊട്ടി. ഇത് ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒന്നും നോക്കണ്ട. ഞാൻ നിങ്ങളോട് പറയണം, അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഒന്നീ ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് വന്നിട്ട് ആ സഹായം കൈ കൊടുത്താലും മതി. എന്താണെങ്കിലും ചെയ്തു. ഇവരുടെ കൈകളിൽ എത്തണം. അർഹതപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ കുറെ നേരം സങ്കടങ്ങളൊക്കെ മറച്ചു വെക്കാൻ നോക്കി. പക്ഷെ അറിയാതെ ഞാനും വിങ്ങിപ്പൊട്ടി. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ CC പോലും, അതായത് ഓട്ടോ ബാങ്കിൽ അടയ്ക്കാൻ കിടക്കുകയാണ്. അതുപോലെ പല കടങ്ങൾ കിടക്കുകയാണ്. അതുകൂടാതെ ഇത് മാത്രമല്ല, വേറെ മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതിന് പോലും ഇപ്പൊ പൈസ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴതിന്റെ ഇടയ്ക്ക് ഇടിവെട്ടി കണക്കത് ഇത് കണ്ടില്ലേ, ഒരു വലിയ ആക്സിഡന്റ് വന്ന് അദ്ദേഹം കിടക്കുന്നത്. ഒരുപാട് സങ്കടമാണ്. എന്റെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം. ഇവർക്ക്
എന്തെങ്കിലും സഹായം കൊടുക്കണം. കാരണം വെച്ചാൽ ദൈവം പടച്ചോൻ നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര ചെറിയ പൈസയായിക്കോട്ടെ വലിയ പൈസ കൊടുത്താല് നിങ്ങളെ പടച്ചോൻ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും സഹായിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് സഹായിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് ചെറുപ്പം മുതലേ കുടുംബത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ നിസ്സഹായാവസ്ഥയെ സഹായിക്കണം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, കൺക്ലൂഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതായത് എന്ത് പറഞ്ഞാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സോണിച്ചൻ നാൽപ്പതാംകുളം നിർത്തുന്നു. നന്ദി, നമസ്കാരം.